ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. അല്ല, ഞാൻ 2020 വരണമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് വന്ന ആളല്ല ഞാൻ. പറയുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. മാത്രല്ല എനിക്ക് വട്ടാണെന്ന് തോന്നുകയും ചെയ്യും. ഞാൻ വന്നതുപോലും ഒരു തരത്തിൽ ബുദ്ധിപരമായ കൊടുക്കായിരുന്നു. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. അപ്പൊ ഇത് ചെയ്തത് എന്താണ്? എന്നെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പുള്ളി 2020 ചേർന്ന് ഞാൻ അനൗൺസ് ചെയ്തു. പിന്നെ നമ്മൾ പെട്ടുപോയില്ലേ? നമ്മൾ അതുവരെ സ്വന്തമായിട്ട് നിന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാരനായിട്ട് വാർത്തകൾ മുഴുവൻ കയറി കഴിഞ്ഞാൽ പിന്നെ അതിനൊപ്പം സഞ്ചരിക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് അവിടെ വന്നിരുന്ന് നിഷേധിക്കാൻ പറ്റൂ? ഒന്നും പറ്റില്ല. എന്താ നാക്കില്ലേ? അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ തോക്കാൻ വേണ്ടി മത്സരിക്കാൻ പറ്റുമോ? എന്നെ സംശയിക്കരുത്. ഇനി ആരും സൂത്രം കാണിച്ചാ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ടില്ല. ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. ജോത്സ്യനാണോ? അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനിട്ട ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കാം. ഒരു ജയസാധ്യത ഇല്ലാത്തൊരു മണ്ഡലത്തിൽ നമ്മൾ മത്സരിക്കുമ്പോൾ പ്രവർത്തകർക്കെങ്കിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാവണ്ടേ? പ്രത്യേകിച്ച് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ജനങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇവരെ കൊണ്ട് ചക്കയ്ക്ക് കുത്തണം. അപ്പം പരമാവധി ആത്മവിശ്വാസം കൊടുക്കണം. ഇത് സത്യമായ കാര്യമാണോ അതോ ഒരു തെരഞ്ഞെടുപ്പിൽ അവരെ കൂട്ടിയിണക്കാൻ വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു. ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസ് പോലും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസ് പോലും NDAക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇല്ലെങ്കിൽ അത് തൃക്കാക്കരയിൽ ഞാൻ മത്സരിച്ച മണ്ഡലത്തിലായിരുന്നു. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല.